വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൗഡ്ലി പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു വലിയൊരു ടീമിനെയാണ്. ഒരു റെഡ് സ്റ്റൈലിലൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക, അങ്ങനെ ഒരു ടീം ഇവിടെ വന്നിട്ട് നമുക്ക് ഓടിച്ചൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, സുഖമായിരിക്കുന്നു? നല്ലൊരു അധ്വാനിക്കുന്ന ഒരാളാണല്ലോ. പേരെന്താണ്? പേര് രാജേഷ്. ഹാജിസ്. ഓക്കെ, എവിടെയാണ് സ്ഥലം? വയനാട് മീനങ്ങാടി അല്ലേ? ഓക്കെ, നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലം. ഓക്കെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വയനാടിൻ്റെ അത്ര സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സൗന്ദര്യം വയനാട് കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ വയനാടിന് അത്ര ഇതില്ല, എന്നാലും ബാക്കി അതോടെ പോയാലും ഉണ്ടാവില്ല. അത് ഉണ്ടാവില്ല. ജോലി എന്താണ്? ജോലി ബേക്കറിയാണ്. വയനാട് തന്നെയാണ്. ശരിക്കും ഒരു ജില്ലയുടെ പേരിലാണെങ്കിൽ വയനാട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രോപ്പർ ഒരു സ്ഥലമില്ല അല്ലേ? ശരി, പേരെന്താണ്? ഗ്രീഷ്മ. എന്ത് ചെയ്യുന്നു? ഞാൻ +1 പഠിക്കുന്നു. എവിടെ പഠിക്കുന്നത്? വൈത്തിരിയിലാണ് പഠിക്കുന്നത്. അവിടെ വലിയ റിസോർട്ടൊക്കെ ഉണ്ടല്ലോ, വൈത്തിരി റിസോർട്ടൊക്കെ ഉണ്ട്. അവിടെ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ട്. ശരി, +1 അല്ലേ? ഓക്കെ, ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? സയൻസ് ആണ് എടുത്തിരിക്കുന്നത്. സുഖാണോ? ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലോ? കാരണം ഇതിൽ കുറച്ചൊരു വമ്പൻ നീയാണെന്ന് തോന്നുന്നല്ലോ. പേരെന്താണ്? യദുകൃഷ്ണ. എന്ത് ചെയ്യുന്നു യദുകൃഷ്ണ? എത്രയാണ് പഠിക്കുന്നത്? 10ലാണ് പഠിക്കുന്നത്. ഇങ്ങനെ ചോപ്പ് ഇതിലൊക്കെ എങ്ങനെ ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഇതൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്, മുഖ്യമന്ത്രിന്റെ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? ശരി, അതിനുവേണ്ടി വന്നിരിക്കാം. ഓക്കെ, അതിലെന്താണ് നിങ്ങളുടെ ഭാഗത്ത് എന്താണ്? നിങ്ങളുടെ വിദ്യാലയ ഭാഗത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങള് ലിറ്റിൽ ഗേറ്റ് പരിപാടിന്ന് ജില്ലയിൽ സെക്കൻഡ് കിട്ടി അങ്ങനെ വന്നിരിക്കും. അതല്ലേ? ശരി. ഓക്കെ, പേരെന്താണ്? സുമിത. സ്വദേശം വയനാട്ടിൽ തന്നെയാണ്. ടീച്ചർ? ഓക്കെ, ഏതാ സബ്ജക്ട് എടുക്കുന്ന ടീച്ചർ? മാത്സ് ആണ് എടുത്തിരിക്കുന്നത്. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ നല്ല കുട്ടികളൊക്കെ ഉണ്ടോ? ഒരുപാട് കുട്ടികളൊക്കെ. ഏറ്റവും വലിയ വിദ്യാലയം. അതെല്ലോ. വിദ്യാലയത്തിന്റെ പേരൊന്ന് പറയാവോ? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ? 1500 കുട്ടികൾ. അത്രയും കുട്ടികൾ പഠിക്കുന്നു? തൊട്ട് +2 വരെ ഉണ്ട് അല്ലേ? അത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോൾ എത്തി? തിരുവനന്തപുരത്ത് ഇവിടെ ഇന്ന് രാവിലെ 10 മണിക്ക് എത്തി. അപ്പോൾ ഇന്നലെ തിരിച്ചു പോകുമോ? തിരിച്ചു പോകും. ഓക്കെ, പേരെന്താണ്? സുമൈന. സുഖമായിരിക്കുന്നോ? വീട്ടിലാരൊക്കെ ഉണ്ട്? സുമൈന ഏട്ടൻ. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ അവരെ വിളിച്ചോ? അവർ വന്നിട്ടുണ്ടോ കൂടെ? ഇല്ല, അവരെ വിളിച്ചു പറഞ്ഞോ തിരുവനന്തപുരത്ത് എത്തി, മ്യൂസിയത്തിലുള്ളതെന്നൊക്കെ പറഞ്ഞോ? ഓക്കെ, പേരെന്താ? അനന്യ. മീനങ്ങാടി തന്നെയാണോ സ്ഥലം? മീനങ്ങാടി തന്നെയാണ് സ്ഥലം. ശരി. പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പഠിത്തമൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ? ഹാപ്പി ആയിട്ട് പോകുന്നു. രജനി ടീച്ചറാണ്. ഏതാണ് വിഷയം? ഇംഗ്ലീഷാണ് എടുക്കുന്നത്. ടീച്ചറാണ് എന്നോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഫണ്ണി ക്വസ്റ്റ്യൻ ആണോ? നോ പ്രോബ്ലം. ശരി, ഈ വിദ്യാലയത്തിൽ ഇപ്പം എത്ര വർഷമായി ടീച്ചർ സേവനം? ഞാൻ 2017 മുതലുണ്ട് അല്ലേ? ശരി, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിദ്യാലയത്തിന്. വിദ്യാലയം ഞങ്ങൾക്ക് ഹൈടെക് ബിൽഡിംഗ് കിട്ടി. പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ വിദ്യാലയത്തിന്റെ? പിന്നെ ബാക്കി കലാകായിക മേളകളിലൊക്കെ ഞങ്ങൾ ജില്ലയിൽ 1ാം സ്ഥാനമുള്ള സ്കൂളാണ്. എല്ലാ വർഷവും പങ്കെടുക്കുന്നതാണ് അല്ലേ? ശരി, പേരെന്താണ് സാർ? മനോജ്. സ്വദേശം മീനങ്ങാടി തന്നെയാണ്. അധ്യാപകനാണ്. ഏതാണ് സാർ വിഷയം? മാത്സ് ആണ്. ശരി, അപ്പോൾ എത്ര മണിക്കാണ് ഉച്ചയ്ക്ക് ഫംഗ്ഷൻ? എത്ര മണിക്കാണ് പറഞ്ഞത് സാറേ? 3 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഭക്ഷണം കഴിച്ചോ എല്ലാവരും? ഇല്ല, ഇനി കഴിക്കണം, എന്നിട്ട് പോകണം അല്ലേ? ശരി, അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമാണ്. ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഒരു 10 ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ഉത്തരം പറയുന്നത് ആരാണ്, കൂടുതൽ ഉത്തരം ആരാണ് പറയുന്നത്, അവർക്ക് ഒരു സമ്മാനമുണ്ട്. തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മൊമെന്റും കൊണ്ടുപോകും, അതുപോലെ തന്നെ ഞങ്ങൾ തരുന്ന ഒരു സമ്മാനം കൊണ്ടുപോകാം. ഓക്കെ, റെഡി? ഇത് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഒരാളുണ്ടല്ലോ പാട്ട് പാടുന്നത്. പൊളിഞ്ഞിരിക്കുന്നത്. പാട്ട് പാടത്തില്ല മോനെ? ഇല്ല, പാടത്തില്ല. ടീച്ചർ പാടുവോ? ഇല്ല. ശരി. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 10 ചോദ്യത്തിലെ ആദ്യ ചോദ്യം. ഓക്കെ, അറിയിക്കേണ്ടത് ഫണ്ണിയാണ്. ആ രീതിയിലുള്ള ഉത്തരം. ജിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. സിമ്പിൾ ആയിട്ടുള്ള 10 ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം കേട്ടോ. 2 അക്ഷരമുള്ള ഒരു മലയാള വാക്ക്. ഓക്കെ, ഈ വാക്കിനോടൊപ്പം വെക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ സന്തോഷവും എടുക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ദുഃഖവും. എങ്കിൽ ഏതാണ് ആ വാക്ക് എന്നുള്ളതാണ് ചോദ്യം. 2 അക്ഷരമുള്ള മലയാളത്തിലെ വളരെ ചെറിയ ഒരു വാക്ക്. ഈ വാക്കിനോടൊപ്പം വെക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ സന്തോഷം, എടുക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ദുഃഖം. എങ്കിൽ ഏതാണ് മലയാളത്തിലെ വാക്ക് എന്നുള്ളതാണ് ചോദ്യം. ഒരു ക്ലൂ ഞാൻ തരാം. ഇതിനു മുമ്പിൽ ജാതിയോ മതമോ വർണ്ണമോ ഭാഷയോ ഒന്നുമില്ല. എല്ലാവരും തുല്യരാണ്. നമ്മൾ എല്ലാ ആൾക്കാരും ഇത് വെച്ചിട്ടുണ്ട്. ഇത് വെക്കാത്തവരായിട്ട് ആരുമില്ല. കുസൃതിയാണ്. തല വെക്കുക അല്ലേ? അല്ല, ഓരോ ഉത്തരം വരട്ടെ. മലയാള അക്ഷരമാലയിലെ 2 അക്ഷരമുള്ള വളരെ ചെറിയൊരു വാക്ക്. ഈ വാക്കിനോടൊപ്പം വെക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ സന്തോഷവും എടുക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ദുഃഖവും. എങ്കിൽ ഏതാണ് ആ വാക്ക് എന്നുള്ളതാണ് ചോദ്യം. ഇതെല്ലാവരും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ക്ലൂ കൂടെ തരാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യമാണ് അല്ലേ? നമുക്ക് കിട്ടാത്തതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളതൊന്നും ഇപ്പോഴത്തെ കുട്ടികളിൽ ഇല്ല. എല്ലാം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ ഒതുങ്ങിപ്പോകുന്നു. കുട്ടിക്കാലം, ബാല്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിന് ഉത്തരം പെട്ടെന്ന് പറയാം. കളി. വെക്കുക, എടുക്കുക.
മരം വെക്കുക, മരം എടുക്കുക. എല്ലാവരും ഇത് വെച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം, കുട്ടികളിൽ ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാക്കാണിത്. മാതാപിതാക്കൾ, കുട്ടികൾ, ബാല്യം, കുഞ്ഞു വാവകൾ. അല്ല, ഏതാണ്ടൊക്കെ അടുത്തെത്തി. സാറേ ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കല്ലേ, ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കണ്ട. സിമ്പിൾ. സത്യം വെക്കുക, സത്യം എടുക്കുക. ബാല്യം, കുഞ്ഞുവാവ, അവരുടെ ജീവിത ആരംഭം, മാതാപിതാക്കൾക്ക് സന്തോഷം. അല്ല, മലയാളാക്ഷരമാലയിൽ 2 അക്ഷരമുള്ള ചെറിയൊരു വാക്ക്, ഈ വാക്കിനോടൊപ്പം വെക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ സന്തോഷമാണ്. എടുക്കുക എന്ന വാക്ക് ചേർക്കുമ്പം വിഷമമുണ്ട്. എന്നാലും ഇത് എടുക്കുന്ന ആൾക്കാരുണ്ട് പല സ്ഥലത്തും. ഇത് പല സ്ഥലത്തും ഇപ്പം നിരോധിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ഇത് നിരോധിച്ചു. ഇപ്പം അതില്ല. പല സ്ഥലത്തും അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടത് ഒരു ബാല്യവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരമാണ് വേണ്ടത്. ആദ്യ ചോദ്യം. ഓക്കെ, ഉത്തരം ഞാൻ പറയാം. അതിന് ശരി ഉത്തരം എന്ന് പറയുന്നത് പിച്ച. പിച്ച വെക്കുക, പിച്ച എടുക്കുക. ഇതിൽ കൂടുതൽ ക്ലൂ ഞാൻ തരണോ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, നമ്മൾ സാധാരണ ഫലങ്ങൾ, വയനാടിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? വയനാട് ഫ്രൂട്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? ചക്കയാണ് അല്ലേ? ശരി. ഇപ്പോൾ ഒരു ഫലം നമ്മൾ പറിക്കുന്ന നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ഒരു വടിക്ക് ചെറിയൊരു ഊക്ക് കെട്ടും, പറിക്കും, അത് മുറിക്കും. നമുക്ക് നല്ല മാമ്പഴമാണെങ്കിൽ ഉപ്പിലോ മുളകിലോ ഒക്കെ കഴിക്കും. അങ്ങനെയാണ് അതിൻ്റെ ശരി. ചോദ്യം, ആദ്യം പറിക്കുകയും പിന്നീട് വലിക്കുകയും പിന്നീട് മുറിക്കുകയും ചെയ്യുന്നത് എന്താണ്? ആദ്യം പറിക്കും, പിന്നീട് വലിക്കും, പിന്നീട് മുറിക്കും. കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. കഴിക്കാൻ പറ്റുന്ന സാധനം അല്ല. അല്ല. ആദ്യം പറിക്കുകയും ആദ്യം പറിച്ച് പിന്നീട് വലിച്ച് പിന്നീട് മുറിക്കുന്ന എന്ത്? ഒരു പ്രൊഡക്റ്റാണിത്. ഇത് പല മോഡലുകളിൽ കാണാം, പല പല നിറങ്ങളിൽ കാണാമെങ്കിലും കൂടുതലായിട്ടും 2 നിറത്തിലാണ് കാണുന്നത്. ഓഫീസുകൾ, സ്കൂളുകൾ, എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന സാധനമാണ്. ഫണ്ണി എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല അല്ലേ? അതായത് ആദ്യം പറിക്കുകയും പിന്നീട് വലിക്കുകയും പിന്നീട് മുറിക്കുകയും ചെയ്യുന്നത് എന്താണ്? കുസൃതി രീതിയിൽ എടുത്താൽ മതി. എന്നാൽ ഇത് ആദ്യം പറിക്കും, വലിക്കും, പിന്നീട് മുറിക്കും. അല്ല, ഇതൊരു പ്രൊഡക്റ്റാണ്. ഒരു ക്ലൂ കൂടെ തരാം. പല നിറങ്ങളിൽ കാണാമെങ്കിലും ഇത് കൂടുതലായിട്ടും ബ്ലാക്ക്, ഗ്രീൻ, ഈ നിറങ്ങളിലൊക്കെ നമുക്ക് ഇതിനെ കാണാം. ഓഫീസുകളിലുണ്ടാവും. എന്നാൽ ഇത് നിറമില്ലാത്തതുമുണ്ട്. അല്ലല്ല, കഴിക്കാൻ പറ്റിയില്ല. ഇതൊരു പ്രോഡക്റ്റ് ആണ്, മാനുഫാക്ചറിങ്. അത് മനുഷ്യനിർമ്മിത വസ്തു. ചോക്കല്ല സാർ. ആദ്യം പറിക്കും, പിന്നെ വലിക്കും, പിന്നെ മുറിക്കും. രണ്ടാമത്തെ ചോദ്യമാണ്. സാറ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കോള് വരെ അത് വിളിച്ചു. ഓക്കെ, അതിന്റെ ഉത്തരം ഞാൻ പറയാം. ഓക്കെ, അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് സെലോ ടേപ്പ്. സെലോ ടേപ്പ്. ആദ്യം പറിക്കും, പിന്നീട് വലിക്കും, പിന്നീട് മുറിക്കും. മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, എന്തിന് വന്നു എന്നർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? എന്തിന് വന്നു എന്നർത്ഥം വരുന്ന സ്ഥലം? എന്തിന് വന്നു എന്നർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? സിമ്പിൾ, ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഒരു സ്ഥലം, പ്രമുഖമായുള്ളൊരു സ്ഥലം. എന്തിന് വന്നു എന്നർത്ഥം വരുന്ന സ്ഥലം? എന്നർത്ഥം വരുന്ന സ്ഥലം അല്ല. അവിടെ വലിയൊരു ക്ഷേത്രമുണ്ട്. അതൊരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു പേരാണ്. ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു സ്ഥലം. വൈക്കം. റൈറ്റ് ആൻസർ, വൈക്കം. വൈക്കം. ഓക്കെ, നാലാമത്തെ ചോദ്യം. 2 അക്ഷരമുള്ള 2 സ്ഥലങ്ങൾ ചേർന്നാൽ 4 അക്ഷരമുള്ള പൂവായി മാറും. എന്താണ്? 2 അക്ഷരമുള്ള 2 സ്ഥലങ്ങൾ ചേർന്നാൽ 4 അക്ഷരമുള്ള ഒരു പൂവായിട്ട് മാറും. എന്താണ്? നാലാമത്തെ ചോദ്യമാണേ. 2 അക്ഷരമുള്ള 2 സ്ഥലങ്ങൾ ചേർന്നാൽ 4 അക്ഷരമുള്ള ഒരു പൂവായിട്ട് മാറും. 2 വളരെ ഫേമസ് ആയിട്ടുള്ള 2 അക്ഷരമുള്ള 2 സ്ഥലങ്ങൾ. പക്ഷെ ഇത് ചേർന്ന് കഴിഞ്ഞാൽ 4 അക്ഷരമുള്ള ഒരു പൂവായിട്ട് മാറും. ഒരു ആഘോഷ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൂവാണിത്. അല്ല, ജമന്തി അല്ല. ആഘോഷ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൂവാണിത്. താമരയല്ല, ചെണ്ടുമല്ലിയല്ല. സിമ്പിൾ. സമാധാനത്തിന്റെ പനിനീറല്ല, തുളസിയല്ല. ഈ പൂ എന്തുകൊണ്ട് മിസ്സാണ്? റോസല്ല. 2 അക്ഷരമുള്ള ചെമ്പരത്തിയല്ല സർ. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന തുമ്പ. അപ്പൊ ഏതൊക്കെ വരുന്നത്? 2 അക്ഷരമുള്ള 2 സ്ഥലങ്ങൾ. 2 അക്ഷരമുള്ള 2 സ്ഥലങ്ങൾ. തുമ്പക്ക് വേറെ പേര് കൂടിയുണ്ട്. അല്ല, അതിന് മുമ്പൊരു സാധനമുണ്ട്. കാശിത്തുമ്പ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. കാശി തുമ്പ ചേർന്ന് കഴിഞ്ഞാൽ കാശിത്തുമ്പ. ഓക്കെ, 5ാമത്തെ ചോദ്യം. ഒരു ജീവിയുടെ പേരിനുള്ളിൽ ഒരു പുരുഷന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്നു. എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ജീവിയുടെ പേരിനുള്ളിൽ ഒരു പുരുഷന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പറഞ്ഞു എന്തായിരുന്നു? നായ.
ഒരു ജീവിയുടെ പേരിനുള്ളിൽ ഒരു പുരുഷന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ നാട്ടുമ്പുറങ്ങളൊക്കെ കാണുന്ന, എന്നാൽ ഇതിനെ വീട്ടിലധികം വളർത്താൻ പാടില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. ചെന്നായ. പിന്നെ ഒരു ജീവി, ഒരു കുഞ്ഞു ജീവി, ആർക്ക് ശല്യമൊന്നും ഇല്ലാത്ത ഒരു പെറ്റാണിത്. ചിലപ്പോൾ നമ്മൾ പൂച്ചയല്ല, ഒരു ജീവിയുടെ പേരിനുള്ളിൽ ഒരു പുരുഷന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഇല്ല, വളരെ കാണാൻ ബ്യൂട്ടിയാണ്, എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇണങ്ങുന്ന, മനുഷ്യനായിട്ട് അത്രയും ഇണങ്ങുന്ന ഒരു ജീവിയാണ്. ശരിക്കും വേറെ പേരുണ്ടല്ലോ അതിന്? അണ്ണാരക്കണ്ണൻ. റൈറ്റ് ആൻസർ. ടീച്ചറെ കണ്ടുപിടി. ഓക്കെ, 6ാമത്തെ ചോദ്യം കേട്ടോ. ഒരു ഭാഗം കൈകൊണ്ട് മറ്റേ ഭാഗം മൂക്കുകൊണ്ടും മത്സരിക്കുന്ന മത്സരം ഏതാണ്? ഒരു ഭാഗം കൈകൊണ്ട് മറ്റേ ഭാഗം മൂക്കുകൊണ്ട് മത്സരിക്കുന്ന മത്സര ഇനം. ഒരു ഭാഗം കൈകൊണ്ട് മറ്റേ ഭാഗം മൂക്കുകൊണ്ട് മത്സരിക്കുന്ന മത്സര ഇനം. ഒരു ഭാഗം കൈകൊണ്ട് മത്സരിക്കും, മറ്റേ ഭാഗം മൂക്കുകൊണ്ട് മത്സരിക്കും. പഞ്ചഗുസ്തിയല്ല, ഒരു നാട്ടുമ്പുറത്തൊക്കെ ആവേശത്തിന്റെ ഒരു മത്സരമാണിത്. ഫുട്ബോളല്ല, തലപ്പന്ത്, വടംവലി, കമ്പവലി. ആന വടംവലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ഭാഗം മൂക്കുകൊണ്ട് മറ്റേ ഭാഗം കൈകൊണ്ട് മത്സരിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് 2 ചോദ്യമാണ്. ഓക്കെ, എന്ത് സാധനവും നമ്മൾ വാങ്ങിച്ചതിന് ശേഷം തൂക്കം നോക്കിയിട്ടാണ് കെട്ടി നോക്കുക അല്ലേ? എന്നാൽ കെട്ടിയതിന് ശേഷം തൂക്കി നോക്കുന്ന ആരാണ്? കെട്ടിയതിന് ശേഷം തൂക്കി നോക്കുന്നത്. ഇനി ഒരേ ഒരു ചോദ്യം മാത്രം. കെട്ടിയതിന് ശേഷം തൂക്കി നോക്കുന്നത് ഒരു ജോലിയുടെ ഭാഗമായിട്ട് കെട്ടിയതിന് ശേഷം തൂക്കി നോക്കുക അവർ. അല്ല അല്ല, കെട്ടിയതിന് ശേഷം ഇവർ തൂക്കി നോക്കും. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അല്ല, ജോലിയുടെ ഭാഗം തേയിലയല്ല, ജോലിയുടെ ഭാഗമായിട്ട് കെട്ടിയതിന് ശേഷം തൂക്കി നോക്കും അവർ. അവരുടെ ജോലിയുടെ സ്റ്റൈൽ അതാണ്. അല്ല, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഓക്കെ, എൻ്റെ ശരി ഉത്തരം ഞാൻ പറയാം. കൽപ്പണി. അവർ കെട്ടിയ ശേഷം ഒരു തൂക്കുകെട്ടുകൊണ്ട് തൂക്കി നോക്കും. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം കേട്ടോ. ഏത് സാധനം വിൽപ്പന നടത്തുന്നത്? നല്ല പുതിയ സാധനം പുറത്ത് വെച്ച് അതിൻ്റെ സാധനങ്ങളാണ് ഉള്ളുന്ന് ഷോപ്പിൽ നിന്നൊക്കെ വിൽപ്പന നടത്തുന്നത്. ഒക്കെ ചോദ്യം. മോശമായ സാധനം പുറത്ത് വെച്ച് അതേ പ്രൊഡക്റ്റ്, അതിൻ്റെ നല്ല സാധനം അകത്ത് നിന്ന് കച്ചവടം നടത്തുന്നവരാണ്. ഇതിൻ്റെ മോശമായ സാധനം പുറത്ത് വയ്ക്കും, സെയിം നല്ല സാധനം അകത്ത് നിന്നും കച്ചവടം നടത്തും. ഇത് സത്യസന്ധമായിട്ടുള്ളൊരു ചോദ്യമാണത്. മോശമായ സാധനം പുറത്ത് വയ്ക്കും, അതിൻ്റെ അതേ നല്ല സാധനം ഷോപ്പിന്റെ അകത്ത് നിന്ന് വിൽപ്പന നടത്തും. ഒന്നുമില്ല, നമ്മുടെ നാട്ടിൻ പുറത്ത്, നാട്ടില് ഫ്രൂട്ട്സ് അല്ല ഒരു പ്രോഡക്റ്റ്. അതായത് ഫ്രൂട്ട്സ് അങ്ങനെ മോശമായ സാധനം ഇല്ല. മോശമായ സാധനം പുറത്ത് കാണുമ്പോൾ നമുക്ക് അതിന്റെ മോശമായ സാധനമായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ നല്ല സാധനം വാങ്ങിക്കാൻ പറ്റും. നമ്മൾ യാത്രകൾ കാണാറുണ്ട്. ചില സമയത്ത് നമുക്ക് യാത്രകളിൽ ചിലപ്പോൾ അല്ല ചിലപ്പോൾ ചില സമയത്ത് സൈക്കിൾ ഏതാണ്ട് കരുത്തെത്തി. ചക്രം എന്ന് വെച്ചാൽ ടയർ. ശരിയാണ്, അല്ല കറക്റ്റാണ്. ടയർ പുതിയ സാധനം പുറത്ത് വെച്ചിട്ടില്ല, പഴയതാണ് വെക്കുക, അകത്തുനിന്ന് പുതിയ വെക്കും. അപ്പൊ ഇത് അടിപൊളി കേട്ടോ. ഓക്കെ, പേരൊന്നുകൂടി പറഞ്ഞേ. സുമൈന. അപ്പൊ സുമൈനയാണ് കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുമൈനയ്ക്കാണ് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചിന്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ജില്ല മാറിപ്പോയിട്ട് എവിടെ നിങ്ങൾ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടോ ഇതുവരെ? ദൂരത്ത് എവിടെ പോയിട്ട് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്? അപ്പൊ തിരുവനന്തപുരത്ത് വന്നിട്ട് സമ്മാനം വാങ്ങിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. ആരെയായിരുന്നു കണി കണ്ടത് രാവിലെ? ഇന്ന് രാവിലെ ആരെ കണി കണ്ടു? ബസ്സിലായിരുന്നു അതല്ലേ? ഓ, സാറിനായിരിക്കും അല്ലേ? ഓ, സാറാണ് വിളിച്ചതല്ലേ? അതൊരിക്കലും അല്ല അന്ന്. ശരി, അപ്പോൾ സന്തോഷം സുമയ. കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞു. VMTV ന്യൂസ് ചാനലിന്റെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം. അപ്പോൾ ഹാപ്പി ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റി. ഞാൻ കണ്ണൂരാണ് കേട്ടോ. ഓക്കെ, സന്തോഷം. എൻ്റെ പേര് സുമിത്ത്. അപ്പോൾ നിങ്ങൾ വിദ്യാലയം ഗംഭീരമായി മാറട്ടെ. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകട്ടെ. ഹൈടെക്കിൽ നിന്നും ഹൈടെക്കിലേക്ക് യാത്ര ചെയ്യട്ടെ. ഓക്കെ, ഇഞ്ചോടിഞ്ചിന് ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത്ത് രാഘവ്. ടേക്ക് കെയർ. ഒരു ടാറ്റ പറഞ്ഞേക്ക്. ഓക്കെ, ബൈ ബൈ.